കേരളത്തിൽ ഫുട്ബോൾ ആരാധകരൊക്കെ ഇപ്പോൾ ഈ ഇങ്ങനൊരു വാർത്ത കേട്ട് മെസ്സി വരികയാണെന്നുള്ള സംഗതികളൊക്കെ അറിഞ്ഞതിന് ശേഷം ആകാംക്ഷയിലാണ്. എന്തായാലും മെസ്സി എത്തും എന്നുള്ളൊരു പ്രതീക്ഷ. ഇപ്പൊ ഇതിന്റെ ഇടക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായി. ഇതിനിടക്ക് വരില്ല എന്ന് പറഞ്ഞു, വീണ്ടും വരുന്നു പറഞ്ഞു, വീണ്ടും വരില്ല എന്ന് പറഞ്ഞു, അങ്ങനെ ഒരുപാട് ഉണ്ടായി. അപ്പോൾ ശരിക്കും ഇതിന്റെ യാഥാർത്ഥ്യം എന്തേക്കാരം? എത്തുമോ മെസ്സി? ഇപ്പോൾ ലാസ്റ്റ് ഇന്ന് വന്നൊരു റിപ്പോർട്ട് എന്താ വെച്ചാൽ നവംബറിലെത്തും, കൊച്ചി സ്റ്റേഡിയത്തിൽ വന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ നോക്കിയിട്ടുണ്ട്, അങ്ങനത്തെ വിവരങ്ങളൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം എന്തേക്കാരം ശരിക്കും? വരുമോ എന്നുള്ളതിൽ ഇപ്പോഴും ഒരുറപ്പ് നമുക്കാർക്കും പറയാൻ കഴിയില്ല. കാരണം സർക്കാരാണ് പലവട്ടവും വരും വരില്ല, അതിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്നൊക്കെ പറഞ്ഞത് സർക്കാർ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കളിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്നുള്ള മന്ത്രിയും MLA ഒക്കെ അടക്കം പറഞ്ഞിരുന്നത് ഗ്രീൻഫീൽഡിൽ കളിക്കുന്നു. അപ്പം ഇന്നലെ സർക്കാർ പറയുന്നത് നവംബറിൽ കൊച്ചിയിൽ സ്റ്റേഡിയത്തിൽ കളിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തിരുവനന്തപുരത്തേക്ക് വരും എന്ന് പറഞ്ഞ് ഞങ്ങളെ ബോധിപ്പിച്ചു എന്നുള്ള രീതിയിൽ നടക്കണ്ടേ. ഇനിയിപ്പോൾ ഇത് കേരളക്കാരെ മൊത്തം പറഞ്ഞു പറ്റിക്കുകയാണോ എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റൂല. ഇതിലൊരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ ഇപ്പൊ ഇങ്ങനെ ഒരു എന്താ പറയാ ഇത്രയും ഫുട്ബോൾ ആരാധകരിലൊരു രാജ്യം, അപ്പോൾ മെസ്സി എന്നൊക്കെ പറഞ്ഞാൽ വേൾഡ് ബെസ്റ്റ് പ്ലെയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലെയറൊക്കെ ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ അതും അടുത്തെത്തി നവംബറിലെത്തുന്ന പറഞ്ഞത്. അപ്പോൾ ആശ കൊടുത്തിട്ട് പറ്റിക്കെന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതിന്റെ പിന്നിൽ എന്തായാലും. ഇപ്പൊ ഇതിലും മെസ്സി വരുമോ പങ്കെടുക്കുമോ എന്നുള്ളതിൽ അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ ഔദ്യോഗികമായ ഒരു ഡിക്ലറേഷനും പറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല. അർജന്റീനൻ ടീം വരുമെന്നുള്ളതിൽ ഏകദേശം അവർ അവസാന ഘട്ടത്തിൽ ഒരു പക്ഷേ ഇപ്പൊ നിലവിലുള്ള നമ്മളെല്ലാ മാധ്യമങ്ങളും എടുത്തു നോക്കിയാലും അർജന്റീന ടീം വരുന്നില്ല, അപ്പുറം ഒരു കൊടുക്കുന്ന വാർത്തകൾ എന്താ വെച്ചാൽ മെസ്സി വരും എന്നുള്ളതാണ്. കാര്യം കേരള ജനത ഫുട്ബോളിന് ഇത്തിരി അധികം ആരാധിക്കുന്ന കേരള ജനത കാത്തിരിക്കുന്നത് മെസ്സിയെ കാണാൻ വേണ്ടി മാത്രമാണ്. ഈ റിപ്പോർട്ടർ ചാനലാണല്ലോ ഇതിന് സ്പോൺസർ ചെയ്യുന്നത്. പക്ഷെ 130 കോടി രൂപയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇവർ ഈ 130 കോടി രൂപ കൊടുത്തിട്ട് പിന്നെ ഇവരവിടെ കൊണ്ടുവരുന്നു. ഈ 130 കോടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൊസീജിയർ ഇതിന് മുന്നിലുണ്ട്. കേന്ദ്രത്തിൻ്റെ സഹായം വേണം, RBI ആയിട്ടുള്ള പേപ്പർ വർക്ക്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിന് മുന്നിലുണ്ട്. ഇപ്പോൾ റിപ്പോർട്ടറിൻ്റെ ആൻഡോ അഗസ്റ്റിൻ ഈ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ ഞങ്ങളെ പേപ്പർ വർക്ക് എല്ലാം മൂവ് ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു പിന്നെ മാധ്യമങ്ങളെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അതിനുള്ളൊരു പ്രൂഫൊന്നും കറക്റ്റ് സത്യത്തിൽ ആ വാർത്താ സമ്മേളനമൊക്കെ ഒരു റേറ്റിങ്ങിൻ്റെ ഒരു തട്ടിപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഇത്ര സമയത്തിൽ MD മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞ് ഭയങ്കര ഹൈപ്പ് കൊടുക്കുക, മറ്റു മാധ്യമങ്ങളൊക്കെ അത് പോയി കാണുക. ഇപ്പോൾ മെസ്സി വരില്ല എന്നുള്ളൊരു നെഗറ്റീവ് വന്നാൽ റിപ്പോർട്ടർ മറ്റൊരു ചാനലാണല്ലോ സ്പോൺസർ, അതിനെ താങ്ങിക്കൊണ്ടുള്ള രീതിയിൽ ഭയങ്കരമായ രീതിയിൽ വരൂല പറഞ്ഞു പറ്റിച്ചു എന്നുള്ള രീതിയിൽ എല്ലാ ചാനലുകളും ഏറ്റെടുക്കുക. എന്നിട്ട് അതിനെ കൃത്യമായ ഒരു ആ സമയം റിപ്പോർട്ടർ മാത്രം ലൈവ് ആവുന്ന തരത്തിൽ റിപ്പോർട്ടർ അതിനെ ഉപയോഗപ്പെടുത്തുന്നൊക്കെ ചെയ്യുന്നുണ്ട്. അത് അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് കാണാം. പക്ഷെ എനിക്കിപ്പോ ഇതിലുള്ള വേറെ സംശയം എന്താ വെച്ചാല്, ഇപ്പോ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ കടുത്തൊരു മെസ്സി ആരാധകനാണ്, ഞാനൊരു ഫുട്ബോൾ ആരാധകനാണ്. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടും മെസ്സി ഇവിടെ എത്താന്നില്ല ഞാൻ അത്ര സന്തോഷിക്കുന്ന സംഗതിയാണ്. കാരണം മെസ്സിനെ നേരിട്ട് കാണാൻ പറ്റും, ഒരു അർജന്റീന ടീം കളിക്കുന്നത് കാണാൻ പറ്റും. അത് ഇന്ത്യയിൽ നമ്മളെ നാട്ടിൽ ഞാനൊക്കെ വലുതായിട്ട് എങ്ങനെയും ഒരു പാസ്പോർട്ട് എടുത്ത് സെറ്റപ്പ് ആയിട്ട് പൈസ ഉണ്ടാക്കിയിട്ടോ അവിടെ പോയിട്ട് വല്ല കളി കാണണമെന്ന് ആഗ്രഹിച്ചു മനുഷ്യൻ. അപ്പം നമ്മളെ വീട്ടുമുറ്റത്ത് കിട്ടണ പോലല്ലേ. അപ്പം ഏതായാലും സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ എനിക്കുള്ള സംശയം എന്താ വെച്ചാൽ ഇപ്പോൾ നിലവിൽ ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 140 സംതിങ് രാജ്യങ്ങൾ അനുകൂലിച്ചു, ഇന്ത്യയും ഓക്കെ ഫലസ്തീൻ അനുകൂലിച്ചു. പക്ഷെ അതിനെ മറ്റവർക്ക് ഇസ്രായേലിനൊപ്പം നിന്ന രാജ്യമാണ് അർജന്റീന. അപ്പോൾ അങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് ഇപ്പോൾ സ്പെയിന് അടുത്ത വേൾഡ് കപ്പാണ് 26. അപ്പോൾ സ്പെയിന് ഒരു ഇത് പുറത്തുവിട്ടു, അതായത് ഇസ്രായേലിന് യോഗ്യത കിട്ടുകയാണെങ്കിൽ സ്പെയിൻ കളിക്കില്ല. മാത്രമല്ല മിഞ്ഞാന്നെന്ന റിപ്പോർട്ട് അനുസരിച്ച് സ്പെയിനാണ് ഇപ്പോൾ ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത്. മെസ്സിയുടെ ടീമായ അർജന്റീന പോലും 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയ സ്പെയിനാണ്. അപ്പോൾ ഇസ്രായേലിന് ഇങ്ങനെ യോഗ്യത കിട്ടുകയാണെങ്കിൽ എന്തായാലും സ്പെയിൻ കളിക്കൂല എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പോൾ എത്ര വലിയ ആരാധകനാണെങ്കിലും ഒരു മനുഷ്യക്കുരുതൊന്നും കണ്ടിരിക്കാനുള്ള നമ്മൾ മനുഷ്യരാണല്ലോ, ജീവിക്കണത് മരിക്കണത് മനുഷ്യരാണ്, അല്ലെങ്കിൽ കുട്ടികളാണ് സ്ത്രീകളാണെന്നുള്ള ബോധം നമുക്കുണ്ടല്ലോ. അപ്പോൾ ഇന്നെ സംബന്ധിച്ചിടത്തോളം ഇനി മെസ്സി ഇങ്ങോട്ട് വരരുത്. കാരണം നമ്മളെ പ്രതിഷേധം അങ്ങനെയെങ്കിലും അറിയിക്കണം ഇത്രത്തോളം. ഇപ്പോൾ ആ വിഷയത്തിൽ ഇപ്പോൾ ഭയങ്കര രീതിയിൽ ഇതിന് ശേഷം ഒരു പ്രതിഷേധം കേരളത്തിൽ നിന്നും പല ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് അർജന്റീന വരുന്നതിനെതിരെ. പക്ഷേ എനിക്കതിലുള്ളൊരു ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു വിഷയം നടന്നതിൻ്റെ പേരിൽ ഇസ്രായേലുമായിട്ടുള്ളൊരു മത്സരം ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അർജന്റീന.
അതായത് ഫലസ്തീൻ വിഷയത്തിൻ്റെ പേരിലാണ് അവർ ക്യാൻസൽ ചെയ്തത്. പിന്നെ ഇപ്പം UN എടുത്ത ഒരു നിലപാട് എന്ന് പറഞ്ഞാൽ അർജന്റീനയിലെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല, അവരുടെ ഒരു നിലപാടാണ് പറയുന്നത്. അതിനെ ഇപ്പോൾ കളിയുമായി കൂട്ടി ബന്ധപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ളതൊരു ചോദ്യം, ഒരു സംശയമായിട്ട് വരുന്നുണ്ട്. കാരണം ഇസ്രായേലുമായിട്ടുള്ള കളി വരെ ഉപേക്ഷിച്ച ടീമാണ്. എത്രയോ നഷ്ടം അല്ലെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ പേരിൽ. ഇപ്പോൾ അർജന്റീനയത്തെ ഒരു ഭരണകൂടം എടുത്തൊരു തീരുമാനത്തിൻ്റെ പേരിൽ ഇവരൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണോ എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പിന്നെ നമുക്ക് പറയാം, നമ്മൾ കേരളത്തിലാണെങ്കിലും ഇപ്പോൾ ഇന്ത്യൻ ദേശീയ കേന്ദ്ര ഗവൺമെൻറ്റിനേക്കാൾ ഒരുപടി ഇസ്രായേൽ വിഷയത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുക്കുന്ന ഭരണകൂടവും ആളുകളുമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ആ ഒരു കളി മുടക്കുന്നതിലൂടെ വലിയ നഷ്ടം നമ്മൾ സഹിക്കുകയാണെങ്കിൽ കൂടിയും സർക്കാരിനുള്ളൊരു മുന്നറിയിപ്പായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിലും നമ്മൾ അത് അവർക്കത് ഒരു നഷ്ടമായി തോന്നും. ഇപ്പോൾ കഴിഞ്ഞ റിപ്പോർട്ടറിൻ്റെ ഒരു വാർത്താ സമ്മേളനത്തിൽ മെസ്സി കേരളത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നഷ്ടം മെസ്സിക്കാണ് എന്ന് ആൻഡ് ഓഗസ്റ്റിൻ പറഞ്ഞ മാതിരിയാണത്. ഓർക്കെന്ത് നഷ്ടം ഇതിനുള്ളത്? അല്ല ഈ പ്രതിഷേധം പറഞ്ഞ പോലെ ഈ പ്രതിഷേധം ഒരു മൈനറായിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു പ്രതിഷേധം ഒന്നും ഇപ്പോൾ നമ്മളെ കേരളത്തിൽ അതെ അത്രത്തോളം അത് എടുത്ത് കാണിക്കപ്പെടൂല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഇനിയിപ്പോ ഫുട്ബോൾ അങ്ങനെ വരുന്നത് അർജന്റീന ഒരു രാജ്യമാണെന്നുള്ളൊരു ബോധം ഉണ്ടല്ലോ മനുഷ്യർക്ക്. അപ്പോ ഇത്രയും വാർത്തകൾ ഇതാക്കി അപ്പൊ ഇതിന്റെ ഒരു സീരിയസ്നെസ് എന്തായാലും എല്ലാവരേക്കും എത്തും. രാജ്യം വരണ്ട, ഇന്ത്യ അർജന്റീനയെ സ്വീകരിക്കണ്ട. അല്ല, അത് ലോകത്ത് ചിലപ്പോൾ ഒരു വൈറലായിട്ടുള്ള ഒരു സാധനം. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായ ഒരു ടീം, എല്ലാ രാജ്യങ്ങളും ഒരു പക്ഷേ ചെറിയ രാജ്യം, ഇപ്പോൾ ആരാധകർ ഒരുപാടുള്ള ഒരു രാജ്യമാണല്ലോ. ഓല് വരാൻ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞിട്ട് അവസാന ഘട്ടം ഇന്ത്യയുടെ ഒരു തെക്കേ അറ്റത്തുള്ള ഒരു സ്റ്റേറ്റ് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്നുള്ളൊരു നിലപാടെടുത്താൽ അത് വാർത്തയാവും, സ്വാഭാവികമാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഇതിലിപ്പോ വേറെ സൈഡ് കൂടെ നമ്മൾ ചിന്തിക്കണ്ടേ. ഇപ്പോ അർജന്റീന, ഇപ്പോ കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ആരാധകരിൽ അർജന്റീന, ബ്രസീല്, സ്പെയിൻ അങ്ങനത്തെ രാജ്യങ്ങളാണല്ലോ, പോർച്ചുഗൽ അങ്ങനത്തെ രാജ്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയും ആരാധകരില്ലത് എന്തുകൊണ്ട് ഇന്ത്യക്ക് ആരാധകരില്ല എന്നുള്ള ചോദ്യം വരികയാണ്. ഇപ്പോൾ നിലവിൽ ഫിഫ റാങ്കിങ് വന്ന സമയത്ത് വീണ്ടും പട്ടികയിൽ നിന്ന് താഴോട്ടാണ് ഇന്ത്യ പോയത്. അപ്പോൾ നമ്മളെ ഇന്ത്യൻ ഇന്റർനാഷണൽ മലയാളി താരമായിട്ടുള്ള നമ്മളെ ആഷിഖ് കുരുണി എന്നൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ കളിക്കാനുള്ള സൗകര്യങ്ങൾ വരട്ടെ, കളിക്കാർ വരട്ടെ. ഈ 130 കോടി മുടക്കുന്നത് കേരളത്തിലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ വളർന്നു വരുന്ന നല്ല, ഇപ്പം ഞാൻ മലപ്പുറം ജില്ലക്കാരാണ്, എനിക്കറിയാം എൻ്റെ നാട്ടിൽ എത്രത്തോളമാണ് കളി, അതുപോലെ ഗ്രൗണ്ട് കാര്യങ്ങൾ. വൈകുന്നേരം ആയാൽ ഇപ്പോൾ എല്ലാവരും സംസാരിച്ചിരിക്കണതിൻ്റെ ഉപരി കളി എന്നുള്ള സംഗതിക്ക് പ്രാധാന്യം കൊടുക്കുന്ന നാടാണ് നമ്മളതൊക്കെ. കാരണം അത്രത്തോളം ടാലന്റുള്ള കളിക്കാരുണ്ട്. പക്ഷേ അതിനുള്ള സാഹചര്യം അവർക്ക് ഒരുങ്ങുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് അടിയിലാക്കപ്പെട്ട ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലി പരിചയമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ 130 കോടികളൊക്കെ ചിലവാക്കിയിട്ട് ഇവിടേക്ക് അർജന്റീന ടീമിനെ കൊണ്ടുവരുന്നതിന് പകരം കളിക്ക് മൈതാനങ്ങൾ, സൗകര്യങ്ങൾ, മറ്റ് സംഗതികളൊക്കെ ഒരുക്കാൻ കഴിയുമെങ്കിൽ ഇന്ത്യ ലോകകപ്പ് കളിക്കുന്നത് വിദൂരാവൂല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അത്ര നല്ല ടാലന്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു താല്പര്യമൊന്നും ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ്. ഫുട്ബോൾ ഫെഡറേഷൻ ആവട്ടെ, ക്രിക്കറ്റിന്റെ അതോറിറ്റികളാവട്ടെ രാജ്യത്തുള്ളത്, ഇനി മറ്റു സ്പോർട്സുകൾ, ഇപ്പോൾ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റ് മാത്രമാണ് ഒരു സ്പോർട്സ് ആയിട്ട് പലപ്പോഴും നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ കാണുന്നുള്ളത്. ഫുട്ബോളിനെ തഴയുന്ന ഒരവസ്ഥ. ഇപ്പോൾ സുനിൽ ഛേത്രിയൊക്കെ ഇന്റർനാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ മെസ്സിയെക്കാളും റൊണാൾഡോനേക്കാളൊക്കെ ഗോൾ അടിച്ചൊരു താരം കൂടിയിട്ടാണ്. പക്ഷെ ലോകത്ത് മൂപ്പര് അറിയപ്പെടുന്ന ഒരു പ്ലെയർ അല്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെ രാജ്യത്തിൻ്റെ ഒരു സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്. അതിനെ വളർത്തുന്നില്ല. അല്ലെങ്കിൽ എന്ത് സ്പോർട്സ് ആവട്ടെ, ഇപ്പോൾ ദേശീയ ഗെയിംസ് നടക്കട്ടെ, ഏഷ്യൻ ഗെയിംസ് ആവട്ടെ, അപ്പോഴും നമ്മളെ ഇതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിക്കുന്ന താരങ്ങളോട് പലപ്പോഴും നമ്മുടെ ഔദ്യോഗിക സംവിധാനങ്ങളൊക്കെ ഒരു അലംഭാവം കാട്ടുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. ഈ പറഞ്ഞ പോലെ 130 കോടിയൊക്കെ കൊടുത്തിട്ട് വിദേശത്തു നിന്ന് കൊണ്ടുവരുന്നതിനേക്കാൾ ഈ രാജ്യത്തുള്ള അതിൻ്റെ ഒരു പകുതി എമൗണ്ടെങ്കിലും ഈ രാജ്യത്തുള്ള സ്പോർട്സിന് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഈ ഫീൽഡിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് ശരിക്കും ഇത് സർക്കാരിൻ്റെ ആണോ അല്ലെങ്കിൽ ഇതിൻ്റെ സ്പോൺസറിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ആർക്കാണെന്നുള്ളത് സത്യത്തിൽ ആർക്കാന്നുള്ളൊരു ഐഡിയ ഇല്ല. അതിൽ കൊണ്ടുവരുന്ന വിഷയത്തിലാണെങ്കിൽ വരില്ല എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞു ഞങ്ങളല്ല കൊണ്ടുവരുന്നത്, സർക്കാരല്ല കൊണ്ടുവരുന്നത്, അത് റിപ്പോർട്ടർ TV ആണ്, അവരോട് ചോദിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അർജന്റീന ടീമിന് ഇവിടെ കൊണ്ടുവരുന്ന ഒരു കരാർ ഒപ്പിടാനോ മറ്റോ അർജന്റീനയിൽ മന്ത്രി അടക്കമുള്ള ഒരു സംഘം പോവുകയും അതിനെത്രയോ ലക്ഷങ്ങളോ കോടികളോ ചിലവാകുകയും ചെയ്തിട്ടുണ്ട്. ഇവൻ വരുന്നതിന് ശേഷം ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിലുള്ള വ്യാപകമായ പ്രതിചരണങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കായിട്ടേ നമുക്ക് കണക്കാക്കാൻ കഴിയുള്ളൂ.
പക്ഷെ ഇത് വന്നാൽ നമ്മളെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളെ സംസ്ഥാനത്തിൻ്റെ ഒക്കെ ഒരു ഒരു ഹൈലൈറ്റായി വരാനുള്ളൊരു സാധ്യത അതുണ്ട്. അത് ലോകം എന്തായാലും കേരളത്തിൽ അർജന്റീനക്ക് എത്തിയ കേരളത്തെയാണ് ലോകം ഉറ്റുനോക്കുക. കാര്യം ഇന്ത്യ എന്നുള്ള രാജ്യത്ത് ഇങ്ങനെ വേൾഡ് കപ്പ് അടിച്ച അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് വേൾഡ് കപ്പ് അടിക്കണത്. അപ്പോൾ മാത്രല്ല കേരളമൊക്കെ ഭയങ്കര ഫേമസ് അർജന്റീനയിലായാലും. അല്ല കേരളം ഇപ്പോ ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പോ ലിവർപൂൾ ആവട്ടെ ഇന്റർനാഷണൽ ഒന്നും വേണ്ട. ഇപ്പൊ മലയാളത്തില് ഇപ്പൊ നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് ഫിഫയാണല്ലോ മെയിൻ. അപ്പൊ ഫിഫന്റെ പേജിൽ ഇടുന്ന റീലുകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം ഹിന്ദി പാട്ടുകള്, മലയാള പാട്ടുകള്. പേജ് ഹാൻഡിലുടെ പോലും മലയാളികളാണ്. നല്ല രസാ. ഇപ്പോ നമ്മളെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ പേജൊക്കെ കണ്ടാൽ നല്ല രസാ. ഇവര് ഗോൾ സെലിബ്രേഷൻ ഒക്കെ ഓരോ ആക്ഷനും കാര്യങ്ങളൊക്കെ ഇടുന്നത് അത് മലയാളത്തിൽ അതിന് സൗണ്ട് കൊടുത്ത് അല്ലെങ്കിൽ ഇന്ത്യന്റെ ഒരു ശൈലിയായാലും മലയാളത്തിൽ അടിക്കുറിപ്പ് എഴുതിയിട്ടൊക്കെയാണ് വിടുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ തലപ്പത്തിരിക്കുന്നതൊക്കെ മലയാളികളാണ്. അല്ല നമ്മളെ കഴിഞ്ഞ വേൾഡ് കപ്പ് നടന്ന സമയത്ത് ഇപ്പൊ കോഴിക്കോട് ആ പുല്ലാവൂരൊക്കെ നടന്ന അപ്പൊ ഒക്കെ ഫിഫന്റെ പേജിലൊക്കെ അത് വല്ലാത്തൊരു. അപ്പൊ ഇത് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞപ്പോ ഒരുപക്ഷെ വേറൊരു നാട്ടിൽ നടന്നാൽ ഇത് കൊണ്ടുവരാന് വലിയ ഒരു ഉത്സാഹം ആർക്കും ഉണ്ടാവില്ല. കാര്യം ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ മലയാളികളായതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. കാര്യം മലയാളത്തിൽ അടിക്കുറിപ്പ് എഴുതുക, അതുപോലെ മലയാള പാട്ടുകൾ ഇടുക, നല്ല രസകരമാണ് കണ്ടിരിക്കാൻ. ഇപ്പൊ വന്നാലും നമ്മുടെ ഇവിടുത്തെ ഭൗതിക സാഹചര്യം ഒരിക്കലും ശരിയല്ല. അത് ചിന്തിക്കേണ്ട വിഷയമാണ്. ഇപ്പൊ കേരളത്തിക്ക് ഇവര് വരികയാണ്, അല്ലെങ്കിൽ കൊച്ചി ഇപ്പോ ഫിക്സഡ് ആയിന്നില്ലാണ് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇവര് വന്നു കഴിഞ്ഞാലുള്ളൊരു സന്നദ്ധ എന്തിക്കാരം അതിന് പറ്റിയൊരു സിസ്റ്റം സംവിധാനം ഇവിടെ ഇല്ല. അതായത് ഈ കൊണ്ടുവന്നത് തന്നെ ആരാധകരെ നിയന്ത്രിക്കാൻ ഗവൺമെന്റിന് ഒന്നും വേണ്ട. ഇപ്പൊ ഞാൻ ബ്ലാസ്റ്റേഴ്സിന്റെ കളിയാണ് കൊച്ചി സ്റ്റേഡിയത്തിൽ പോയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മള് ഒരു ഗോൾ അടിച്ചാല് അല്ലെങ്കിൽ ആഹ്ലാദത്തിൽ ജസ്റ്റ് ഒന്ന് ചാടിയാല് നമ്മൾ നിക്കണ ആ വാർപ്പ് ഇങ്ങനെ ജെർക്കിയലുണ്ട്. അതാണ് സ്റ്റേഡിയത്തിന്റെ ഒക്കെ അവസ്ഥ. മാത്രല്ല അത്രത്തോളം ആളുകൾ അവിടെ കൊള്ളുള്ളൂ. സ്റ്റേഡിയം മാത്രല്ല നമ്മളെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. ഇപ്പൊ 2022 വേൾഡ് കപ്പ് എടുക്കുമ്പോൾ ഖത്തറിൽ ഉണ്ടായിരുന്ന സമയത്താണ് വേൾഡ് കപ്പ് എടുക്കുന്നത്. അപ്പോൾ ഖത്തർ അതിനെ ബുദ്ധിപരമായി നീക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ കളിയിൽ ടിക്കറ്റ് ഉള്ള ആർക്കും ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു ഗവൺമെന്റിന്റെ. അപ്പോൾ മെട്രോയിൽ ഫ്രീ ആയിട്ട് ഈ 8 സ്റ്റേഡിയങ്ങൾ തമ്മിലും കണക്ഷൻ ഉണ്ട് ഈ മെട്രോക്ക്. പിന്നെ അവിടുന്ന് കുറച്ച് പോകാനുള്ളതിന് ഷട്ടിൽ ബസ് സർവീസ് ഏർപ്പെടുത്തും. അപ്പോൾ ഈ കളി കാണാൻ വന്ന എല്ലാ തിരക്കും അവിടെ അണ്ടർഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. കാരണം മെട്രോ ഫുൾ അണ്ടർഗ്രൗണ്ടാണ്. റോട്ടിൽ നോക്കിയാലോ അല്ലെങ്കിൽ ഗ്രൗണ്ടിൻ്റെ പരിസരത്തോ നമുക്ക് തിരക്ക് കാണാൻ കഴിയില്ല, ഒക്കെ അടിയിൽ തിരക്കാം. പക്ഷെ അവിടെ പോലും ഭയങ്കരമായ രീതിയിലുള്ള ഒരു ജനവും അതിനെ നിയന്ത്രിക്കാൻ ഭയങ്കര റിസ്ക് ആയിരുന്നു. അതിനെ അവർ കൃത്യമായി മാനേജ്മെൻറ്റ് ചെയ്തു. കാരണം അവിടെ സിസ്റ്റം അങ്ങനെയാണ്. പക്ഷെ നമ്മളെ നാട്ടിൽ അത് കൊണ്ടുവന്നാൽ എങ്ങനെ ഇവരെ കൈകാര്യം ചെയ്തു? കാരണം ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഉദ്ഘാടനത്തിന് വന്നാൽ പോലും മണിക്കൂറുകളോളം ഒന്നുമില്ലെങ്കിൽ പോലും ഇപ്പൊ കൊച്ചിയിലാണല്ലോ, കലൂരിലാണ് നടക്കണത്. അപ്പോ ഞാൻ കൊച്ചിയിൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കൊച്ചിയിൽ ഡ്രൈവ് ചെയ്ത് പോയെന്ന് വെച്ചാൽ ഒരു 10-20 മിനിറ്റ് ഞാൻ ഓരോ ബ്ലോക്കിലും ഇങ്ങനെ കിടക്കണം. അത് നോർമലി ഒരു പരിപാടി ഇല്ലെങ്കിൽ പോലും ബ്ലോക്കാണ്. പിന്നെ ഒരുപാട് ഇപ്പൊ മെട്രോന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാക്കനാട്ടിക്കില്ല മെട്രോന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ജോലികളും കാര്യങ്ങളും വൻ തിരക്കില്ല ഇതാണ്. അപ്പോ ഇതൊക്കെ വൻ പ്രശ്നമാവും എന്തായാലും. ഈ കലൂർ സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റി 50,000 പേരല്ലേ? 50,000 1 ലക്ഷം ഒക്കെ ആണ് തോന്നുന്നുണ്ട്. 1 ലക്ഷം ഉണ്ടോ? ഇല്ലല്ല. പക്ഷെ ഇത് ഇൻക്രീസ് ചെയ്യാനുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടെ എത്രത്തോളം ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്നതിനെ കുറിച്ച് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഞാൻ സ്റ്റേഡിയത്തിൽ കയറി കളി കണ്ട ഒരാളാണ്. അതിന് മാത്രമുള്ളൊരു സെറ്റപ്പ് ഉണ്ടാവും.